ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അരിയണ്ണൻ്റെയും മൃണാളണ്ണൻ്റെയും വിശേഷങ്ങളാണ്. നമുക്കറിയാം, മൃണാൾ ഒരു ലൈവ് ഇടുകയുണ്ടായി 1-2 ദിവസം മുന്നേ. അതിന് റെസ്പോൺസായിട്ട് ഒരുപാട് ആൾക്കാർ എടുത്ത് ട്രോൾ ചെയ്തതാണ്. അതിൽ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞാൽ സീക്രട്ട് ഏജൻറ്റ് തന്നെയാണ്. നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ലൈവിൽ വന്നിട്ട് കിടന്ന് കരയുക, ഞാൻ ഇങ്ങനെ ചെയ്തു, ഞാൻ മാത്രമാണ് ഓപ്പൺ കിച്ചൺ നടത്തുന്നത്, ഞാൻ മാത്രമാണ് ഫ്രീ ഫുഡ് കൊടുക്കുന്നത്, ഞാൻ മാത്രമാണ് ഇത്രയും വിലക്കുറവിൽ ഇത്രയും നല്ല ഇൻഗ്രീഡിയൻസ് കൊടുക്കുന്നതെന്നൊക്കെ പൂരത്തള്ളുമായിട്ട് മൃണാളെണ്ണം വന്ന് ഓരോന്നൊക്കെ ഇരുന്ന് തള്ളിക്കരയുന്നുണ്ടായിരുന്നു, ഞാൻ പൊട്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അതിന് നല്ല കണക്കായിട്ട് സീക്രട്ട് ഏജൻറ്റ് റെസ്പോൺസ് കൊടുത്തു. അപ്പോൾ ഇന്ന് നേരെ പ്ലേറ്റ് മാറ്റിയിട്ട് മൃണാൾ വന്നിട്ടുണ്ട്. ഒരു ഷോർട്ട് വീഡിയോ, ഒരു 3 മിനിറ്റിൻ്റെ ഒരു വീഡിയോ ആയിട്ട് പുള്ളി വന്നിരിക്കുകയാണ്. എൻ്റെ വായി മൂടിക്കെട്ടാൻ നീ ആര്? ഞാൻ റെസ്റ്റോറൻറ്റ് നടത്തും, എനിക്ക് തോന്നിയത് പോലെ തന്നെ ഞാൻ നടത്തും, ഞാനൊന്നും മാറ്റാൻ പോകുന്നില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് വന്ന് പറഞ്ഞിട്ടുള്ളത്. എന്താണ് നമുക്ക് പറഞ്ഞതെന്ന് എന്തായാലും നമുക്കൊന്ന് കേട്ട് നോക്കാം. നമസ്കാരം. മായമില്ലാത്ത ഭക്ഷണം ന്യായവിലയ്ക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നത് ഇത്ര വലിയ തെറ്റാന്ന് എനിക്കറിയില്ലായിരുന്നു. ഒരു ഫേമസ് ഇൻഫ്ലുവൻസർ, ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ആള് പറഞ്ഞത് ഭക്ഷണം വളരെ നല്ലതാണ്, പക്ഷെ മൃണാള് മിണ്ടരുതെന്നാണ്. ഇത്ര നല്ല ഭക്ഷണം കൊടുക്കുന്ന സ്ഥാപനം നടത്തുന്ന ആൾക്ക് മിണ്ടാൻ അവകാശമില്ലേ? ഒരു മനുഷ്യന്റെ ഫണ്ടമെന്റൽ റൈറ്റ് അല്ലേ അയാൾക്ക് സംസാരിക്കാനുള്ളത്, പറയാനുള്ളത്? അത് തടയുന്ന രീതിയിൽ സംസാരിക്കുന്ന ആള് ഇൻഫ്ലുവൻസറോ? മിണ്ടാതെ നിശബ്ദനായിരിക്കാൻ മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്ത്? ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഇയാളെ ഫോളോ ചെയ്യുന്നവരുടെ അവസ്ഥ ആലോചിച്ചിട്ട് എനിക്ക് വിഷമമുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാവും, പക്ഷെ മുട്ട പോലും അജിനോമോട്ടോയിൽ മുക്കിയിട്ടല്ലാതെ തിന്നാൻ പറ്റാത്ത ആളെ മിണ്ടരുത് എന്ന് പറഞ്ഞതിന് കാരണമുണ്ട്. ഇയാളുടെ ഫസ്റ്റ് ലൈവിൻ്റെ അടിയിൽ വന്ന കമൻസ് കണ്ടാൽ തന്നെ മനസ്സിലാവും. നിങ്ങളുടെ ഫുഡൊന്നും തരക്കേടില്ല, കുഴപ്പമില്ലാത്ത ഫുഡാണ്, പക്ഷെ നിങ്ങളെ ഒരു തരം പെരുമാറ്റം, നിങ്ങളുടെ ഒരു വർത്താനം, നിങ്ങളുടെ ഒരു അഹങ്കാരം പിടിച്ച നിലപാടുകൾ, ആൾക്കാരെന്തെങ്കിലും ഒരു ജെന്യുവിൻ റെസ്പോൺസ് പറയുമ്പോൾ അതിന് നിങ്ങൾ കാണിക്കുന്ന ധാർഷ്ട്യം, ഇതൊക്കെ കാരണമാണ് നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്തും ആൾക്കാർക്ക് ഒരു ദേഷ്യം ഉണ്ടാവുന്നത് എന്നാണ് ഭൂരിഭാഗം കമൻറ്റും. അതിൻ്റെ ഒരു റിഫ്ലക്ഷനായിട്ടാണ് ഈ സീക്രട്ട് ഏജൻറ്റും ഇതേ കാര്യം തന്നെ ഈ മൃണാളണ്ണൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷേ മൃണാളണ്ണൻ ഇതൊന്നും ചെവി കൊള്ളാൻ താല്പര്യമില്ല. റെസ്റ്റോറൻറ്റിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡൊക്കെ ഉണ്ട്, പക്ഷേ എന്താ സംഭവം, ഇയാൾ വായിത്തോന്ന വൃത്തിയോട് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് ചൊറിഞ്ഞു വരും. അതിൻ്റെ ഒരു റിഫ്ലക്ഷനായിട്ട് ആൾക്കാർ എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് കാണുമ്പോൾ അതിലേറെ രീതിയിൽ കൊടുക്കും. കാരണം ഇയാൾ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത് ആയിരക്കണക്കിന് നല്ലതും ചീത്തയായിട്ടുള്ള റെസ്റ്റോറൻറ്റ്സിലൊക്കെ കയറി എന്തെങ്കിലുമൊക്കെ വായിത്തോന്ന കാര്യം വിളിച്ച് പറയുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓരോ പിൻ പോയിൻ്റ് കാര്യം തന്നെ കൂടുതൽ 100 XXL ആക്കിയിട്ട് 100 ടൈംസ് എക്സ്ട്രാ ആക്കിയിട്ടാണ് ഈ മൃണാൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ട് ഇന്ന് വന്നിട്ട് ഇയാളുടെ റെസ്റ്റോറൻറ്റിന് ആൾക്കാർ കുറ്റം പറയുമ്പോൾ അത് ഞാൻ പൊട്ടൻ, ഞാൻ നല്ല ഫുഡ് കൊടുക്കുന്നതുകൊണ്ട് ഞാൻ മാത്രമേ ജെന്യുവിൻ ആയിട്ടുള്ള ആളുള്ളൂ, ബാക്കി ആരും ശരിയില്ല, കേരളത്തിൽ വേറെ ആരും നല്ല ബിരിയാണി തരുന്നില്ല. അങ്ങനെയൊക്കെയാണ് മൃണാളിൻ്റെ വാദങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത എന്താ പറയണ നോക്കാം. അല്ലാതെ തിന്നാൻ പറ്റാത്തവർക്ക് വിശപ്പ് എന്താന്ന് പറഞ്ഞാൽ മനസ്സിലാവോ? ഇവരൊക്കെ റിവ്യൂ ചെയ്യുന്നത് അവരവരുടെ അരി വാങ്ങിക്കാനാണ്. ഇയാള് പിന്നെ റിവ്യൂ ചെയ്യുന്നത് എന്തിനാണ്? കാശിന് വേണ്ടി മാത്രം. നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് 100 കണക്കിന് കുടുംബങ്ങൾക്ക് അരി എത്തിക്കാൻ ശ്രമിക്കുന്നില്ല. ഒരാൾക്ക് റിവ്യൂ ചെയ്ത് അരി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് 100 കണക്കിന് പേരുടെ അരി മുടക്കുന്നത് ശരിയാണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അരി വാങ്ങിച്ചു കൊടുക്കാൻ ആലോചിച്ചൂടെ? എന്തെങ്കിലും ഉപകാരം ചെയ്തൂടെ? നാട്ടിൽ വെള്ളപ്പൊക്കൊക്കെ അല്ലേ? അവിടെ ഇവിടെ ഇരുട്ടത്ത് ഒളിച്ചിരുന്നിട്ട് ഈ വക സ്വന്തം അരിക്ക് വേണ്ടി എന്ത് അക്രമം ചെയ്യാതെ എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തൂടെ? ഓപ്പൺ കിച്ചൺ മുതല് നല്ല ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഞാൻ ചെയ്ത കാര്യങ്ങള് ഞങ്ങളോട് ചോദിച്ചിട്ടാണോ എന്നാണ് ചോദിക്കുന്നത്. നിന്നോടൊന്നും ചോദിച്ചിട്ടല്ല നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത്. അതെന്റെ പാരമ്പര്യം. നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ല. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ ചിലത് കേട്ട് തെറ്റിദ്ധരിച്ച ചിലരുണ്ട്. അവരോടാണ് നല്ല രീതിയിൽ നടക്കുന്ന കട ഞങ്ങൾ കൂട്ടാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾക്ക് ഇന്നും വരാം, നാളെയും വരാം. ഞാൻ മിണ്ടാതിരിക്കാറാണ് പതിവ്. ഞാൻ ഇപ്പോഴും മിണ്ടാതിരുന്നേനെ. എന്റെ ചിരി അവസാനിപ്പിക്കാൻ, എന്റെ ശബ്ദം ഇല്ലാതാക്കാൻ, എന്നെ തന്നെ അവസാനിപ്പിക്കാൻ ചിലർ നടക്കാൻ പറയുന്ന കാലഘട്ടത്തിൽ ഞാനിപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ സംസാരിക്കേണ്ടി വന്നത് 100 കണക്കിന് പേരുടെ അന്നം മുടക്കാൻ അവർ ശ്രമിക്കുന്നത് കാണുമ്പോഴാണ്. ആര് ശ്രമിച്ചു? നിങ്ങൾ നല്ല എന്തെങ്കിലും ചെയ്യ്, അതല്ലേ നല്ലത്. നല്ലത് ചെയ്ത നല്ലത് വരും. ഒരു കാലത്ത് ഏറെന്നിറങ്ങാൻ ഈ മൃണാളിന് സമയം ഉണ്ടായിരുന്നില്ല. തിരുവനന്തപുരത്തെ ആൾക്കാരുടെ ഫുഡിൻ്റെ ക്വാളിറ്റീനെ കുറിച്ചും അവരുടെ ആൾക്കാർ ഇങ്ങനെയാണെന്നൊക്കെ
ഒരു പരാമർശം നടത്തിയത് ഓർമ്മ ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? അതുപോലെ തന്നെ ഇൻഫ്ലുവൻസേഴ്സ് മീറ്റിൽ പോയിട്ട് ഒരു പരാമർശം പറഞ്ഞിട്ട് ഓൾ കേരള ലെവലിൽ എയറിൽ കയറിയത് ഓർമ്മ ഉണ്ടല്ലോ. ഇതൊക്കെ ആൾക്കാർ മറന്നുപോയോന്ന് എനിക്കറിയില്ല. ഭയങ്കരം എന്താ പോയറ്റിക് ആയിട്ടുള്ള ഓരോ റെസ്പോൺസസ് ഒക്കെ ആയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. 3 സ്റ്റാറോ മറ്റെയാണ് ഇയാളുടെ മെയിൻ റെസ്റ്റോറൻറ്റിലുള്ള റിവ്യൂ എന്ന് പറഞ്ഞാൽ. അത് ആൾക്കാർ മുഴുവൻ വെറുതെ കൊടുത്തതെന്നാണ് പറയുന്നത്. അതിന് തക്കതായിട്ടുള്ള കാര്യം ഉണ്ടാവും. അത് അക്സെപ്റ്റ് ചെയ്യാൻ ആദ്യം പഠിക്കുക. അതാണ് ഹോസ്പിറ്റാലിറ്റിയിൽ ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചിലപ്പോൾ കസ്റ്റമർ റൈറ്റ് ആയിരിക്കും, ചിലപ്പോൾ കസ്റ്റമർ റോങ് ആയിരിക്കും. എന്താണെങ്കിലും കസ്റ്റമർ പറയുന്ന കാര്യം അക്സെപ്റ്റ് ചെയ്ത് അതിനനുസരിച്ചിട്ടുള്ള രീതി തിരുത്തി അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം എന്താണെന്ന് വെച്ചാൽ കൊടുക്കാൻ നോക്ക്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം നിലനിന്ന് പോകും. ഇത് നിങ്ങൾ മാത്രമാണ് ലോകത്തിലുള്ള എല്ലാ അറിവും ഉള്ളതെന്നുള്ള ഒരു ഇതുമില്ല. കൊച്ചിയിൽ ഇഷ്ടം പോലെ നല്ല റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. 30 രൂപയ്ക്ക് ഫുൾ മീൽസ് തന്നെ കിട്ടുന്നത് ആയിട്ടുള്ള സിസ്റ്റം ഗവൺമെൻറ്റിൻ്റെ തന്നെ ഇനീഷ്യേറ്റീവിലുള്ള സമൃദ്ധിയോ അങ്ങനെ എന്തോ ഒരു സംഭവമുണ്ട്. അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ഭക്ഷണം കിട്ടും ആൾക്കാർക്ക്. അപ്പം പിന്നെ നിങ്ങളുടെ ഇത് ചോയ്സ് ചെയ്യേണ്ട ആവശ്യം എന്താ ആൾക്കാർക്ക്? 10 രൂപയ്ക്ക് 15 രൂപയ്ക്ക് ചോറും 10 രൂപയ്ക്ക് തൈരും വാങ്ങിച്ചിട്ട് 25 രൂപയെ ഇത് മാത്രമേ ഇട്ട് തന്നുള്ളൂ. 30 രൂപ കൊടുത്തു കഴിഞ്ഞാൽ മുഴുവൻ സാധനവും കിട്ടുന്ന റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. പിന്നെ എന്തിനാ ആൾക്കാർ ഇത് പോയിട്ട് ചൂസ് ചെയ്യേണ്ട ആവശ്യം? ബാക്കി എല്ലാവരും മോശപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ഉപയോഗിക്കുന്നത് നിങ്ങൾ പറയുന്നത്. അവരുടെയൊക്കെ കിച്ചണിൽ എന്താ നടക്കുന്നതെന്ന് കൃത്യമായിട്ട് കാണാനും പറ്റുന്നുണ്ട്. അവിടെയൊക്കെ ഓപ്പൺ ഗ്ലാസ് ഇട്ടിട്ട് തന്നെയാണ് എല്ലാ റെസ്റ്റോറൻറ്റ്സിൻ്റെയും സംഭവമൊക്കെ. ഇതൊക്കെയുള്ളൂ മൃണാളിൻ്റെ പുതിയ പുക വെടിയും പുകയെന്നൊക്കെ പറഞ്ഞാൽ അവസാനം ഓണത്തിന് ഞങ്ങൾ നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നതെന്നും കൂടി പറഞ്ഞിട്ടുണ്ടേ. ഒന്നും കൂടി പരസ്യം അടിച്ചതാണ്. കുറച്ച് ദിവസമായിട്ട് കുറേ സംഭവങ്ങൾ നടത്തുന്നുണ്ടായിരുന്നല്ലോ. മറ്റേ സീക്രട്ട് ക്യാമറയിൽ മറ്റേ ദൂരത്തുനിന്ന് ചാരിറ്റി ചെയ്യുന്നതും ഫ്രീ ഫുഡ് കൊടുക്കുന്നത് അങ്ങനത്തെയൊക്കെ കുറേ പ്രൊമോഷൻ ചെയ്യുന്നുണ്ടായിരുന്നു ആൾക്കാർ അതിന് ഉപയോഗിച്ചിട്ട്. അപ്പോൾ അതൊന്നും നടക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ പുതിയ അടവുമായിട്ട് വന്നു. ഇപ്പം ചെറിയൊരു ലെവലിൽ കുറച്ചും കൂടി മൃണാളിൻ്റെ പേരൊന്ന് പൊന്തി വന്നു. അതൊരു 10-15 ദിവസം കഴിയുമ്പോൾ വീണ്ടും താഴ്ന്നോളും. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ് മൃണാളിൻ്റെ വെടിയും പുകയൊക്കെ. ഇതിനെന്തായാലും സീക്രട്ട് ഏജൻറ്റ് നല്ല 1.5 ഉത്തരം കൊടുക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വിൽ കം വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് ടൈം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.